ആ തുടക്കത്തിൽ ഒരു പെന്തക്കോസ്തുകാരനായിരുന്ന വ്യക്തിയിൽ നിന്നും ഇന്നത്തെ ഒരു വ്യക്തിയിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിക്കുമല്ലോ. Yeah. നിങ്ങൾ എന്ത് നാശത്തിലേക്ക് നേടി? പോകുന്നു, നശിച്ചു പോയൊരു തലമുറ എന്നൊക്കെ പറയുന്നവരോട് വാട്ട് ഹാവ് യു ഗെയിൻ? അല്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു സാധനത്തിലല്ലേ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം യെസ്, യെസ്. വാട്ട് ഈസ് ദാറ്റ്? നിങ്ങൾ എന്താണ് നേടിയത്? ഒന്നാമത് വെച്ചാൽ എനിക്ക് സമാധാനമുണ്ട്. ഞാൻ എൻ്റെ മനസാക്ഷിയെ കബളിപ്പിച്ച് ഞാൻ ഒരു കള്ള അല്ല ഞാൻ ജീവിക്കുന്നത്. ഐ ആം ട്രൂ ടു മൈസെൽഫ്. അതിന്റെ ഒരു വലിയ സമാധാനമുണ്ട്. പിന്നെ അരുൺ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗിൽറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് പോയി. കാരണം ഈ പാവം ആ പാവം ഇത് മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗിൽറ്റും ഒരു കോണ്ടംനേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ഫീലിംഗ് മാറിപ്പോയി. ഏഹ് ആ പിന്നെ ഞാൻ ആരെയും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ആത്മാക്കളെ നേടാൻ ഞാൻ ഒരുപാട് എന്റെ സമയം ഞാൻ വ്യർത്ഥമാക്കി. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ, ഒരു സമാധാനം ഇല്ലാതെ അലഞ്ഞ് അവിടെ ഇവിടെയും പോയി നടന്നു ഒരുപാട് സമയം കളഞ്ഞു. ഒരുപാട് കാശ് ഞാൻ കളഞ്ഞു. ഈ ദശാംശവും അതും ഇതും ഒക്കെ പറഞ്ഞു ഏഹ് കൊടുത്ത് ഒരുപാട് കാശ് കളഞ്ഞു. അതെല്ലാം നമുക്കിപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പം സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പണ്ടത്തെക്കാൾ ഒരുപാട് സമാധാനം, സന്തോഷം ഇവര് പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തോ പീസ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ആ അങ്ങനത്തെ ഒരു സമാധാനമൊക്കെ ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും ഇല്ല, നമ്മൾ ഹ്യൂമൻ എക്സ്പീരിയൻസ്, നമുക്ക് പല ഓഫ് എക്സ്പീരിയൻസസ് കോഴ്സ്. ഉണ്ടാകും. ഒരു കാര്യം നമ്മൾ ഈ കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനായി നിങ്ങൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് നീ ദൈവ മകനായാലും മകളായാലും രോഗം എല്ലാവർക്കും വരും, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും, സമാധാനം ഇല്ലായ്ക എല്ലാവർക്കും വരും. ഓക്കെ, എല്ലാവർക്കും ഈ സെയിം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ വലിയ വിശ്വാസിയായതുകൊണ്ട് നിങ്ങൾക്ക് വരാതിരിക്കുകയൊന്നുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. അതിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇമാജിനറി ആളോട് വേണമെങ്കിൽ എനിക്ക് പറയാം എന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്റെ പിള്ളേര്, അല്ലെങ്കിൽ എന്റെ സുഹൃത്ത്, അല്ലെങ്കിൽ കേട്ട് എനിക്ക് തിരിച്ച് ഒരു റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ആളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു അതെ, അതെ. തെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ആക്ച്വൽ എനിക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബന്ധുക്കോസുകാർ പറയാം, ഓ മനുഷ്യന്റെ ഹെൽപ്പ് ഒരു ലിമിറ്റ് വരെ ഉള്ളൂ. ഇതൊക്കെ ചുമ്മാ ഇറ്റ്സ് ലൈക്ക് BS. ഓക്കെ, നമുക്ക് ആക്ച്വൽ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ആൾക്കാരുണ്ട്. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ദിസ് വേ. ദൈവത്തിന്റെ രൂപത്തിൽ അവരുള്ളത്. ഓക്കെ, ജസ്റ്റ് ടോക്ക് ടു പീപ്പിൾ, ഗെറ്റ് ഹെൽപ്പ്, ടോക്ക് ടു യുവർ തെറാപ്പിസ്റ്റ് ഇഫ് യു നീഡ് ടു, ടോക്ക് ടു യുവർ ഡോക്ടേഴ്സ്, ടോക്ക് ടു യുവർ ഫാമിലി, യുവർ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ആ ഇമോഷണൽ ഔട്ട്ലെറ്റിന് വളരെ സാധ്യതകളുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇൻ ഒരു ഫെയറി ടെയിൽ, ഒരു സ്റ്റോറിയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സോ ഐ എം ലിവിങ് relatively much better, peaceful, happy, freer life than when I was a Pentecostal. 33 വർഷം പെന്തിക്കോസ്റ്റലായിരുന്നു ഞാൻ. അതിനേക്കാൾ വളരെയധികം സന്തോഷം, സമാധാനം, ഫ്രീഡത്തിൽ ഞാൻ ജീവിക്കുന്നു.